ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേതെന്ന് പറയുന്നത് ഒരു സ്നാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ. നമുക്കറിയാം ഈ ഒരു സമയത്ത് എല്ലാവരും പലതരത്തിലുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഏത്തപ്പഴം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 4 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ നമ്മൾ സ്റ്റീം ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഈ ഏത്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് സ്റ്റീം ചെയ്തതിന് ശേഷം എടുത്തിട്ട് അതിന്റെ തൊലി കളഞ്ഞ് നമുക്ക് ഈ പഴം നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർക്കാണ്. അപ്പോൾ ഫോർക്ക് ഇതിപ്പോ ചൂടുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഈ ഫോർക്കും കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അങ്ങ് മാഷ് ആയി കിട്ടും. അപ്പോൾ നമ്മൾ ആ സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴം കംപ്ലീറ്റ് ആയിട്ട് മാഷ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് 2-3 സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതിൽ ഒന്ന് നമ്മൾ തിരകിയ തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ തേങ്ങ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പാണ്. അതേപോലെ ഏലക്കയുടെ പൊടി അതൊരു 1/4 ടീസ്പൂൺ, പിന്നെ ഷുഗറും കൂടെ ആഡ് ചെയ്യണേ. അപ്പൊ നമുക്കറിയാം ഈ ഏത്തപ്പഴത്തിന് പൊതുവെ കുറച്ച് മധുരം ഉണ്ടാവും, പിന്നെ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ മധുരം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണ്ട കേട്ടോ, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. പക്ഷെ കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിനു ശേഷം ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് കട്ട്ലറ്റിന്റെ ഷേപ്പിൽ നല്ലതുപോലെ ആക്കിയെടുക്കാം. നമ്മളുടെ മീറ്റ് കട്ട്ലറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട്ലറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒരു ഷേപ്പിലാക്കത്തില്ലേ, അത്രേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പൊ ഇത്രയും എടുത്തിട്ടുള്ള ഇത്രയും ആ ഒരു പഴത്തിന്റെ കൂട്ട് എല്ലാം തന്നെ നമ്മൾ ഇതേപോലെ കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. നമുക്ക് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ആകെ നമ്മൾ ഈ ബനാനയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് 2-3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നത് ഒക്കെ കൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കിനും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഇത് നല്ല ചൂടോടെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. പിന്നെ ഇതിന്റെ ലുക്ക് വൈസിൽ നമ്മൾ ഒട്ടും തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതൊരു വെജിറ്റബിൾ കട്ട്ലറ്റ് ആണോ മീറ്റ് കട്ട്ലറ്റ് ആണോ അതോ നമ്മളുടെ പഴം പഴുത്തിട്ട് അതിൽ നിന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കിയതാക്കുന്നതാണോ എന്നുള്ളത്. അപ്പൊ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഓർ ഗീ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് എണ്ണയാണ്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കട്ട്ലറ്റ്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് മൊരിച്ചെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് ഡീപ് ഫ്രൈ തന്നെ ചെയ്യണം എന്നില്ല. നമ്മളുടെ മീറ്റ് കട്ട്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അത്രയും ഒരു ലെവലിൽ തന്നെയൊക്കെ എണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. ചായയുടെയോ കാപ്പിയുടെയോ കൂട്ടത്തിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചൂട് ചൂട് കട്ട്ലറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഡിഫറെന്റ് ടൈപ്പുള്ള സ്നാക്സ് ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ദിവസം ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. പിന്നെ ഒരു ക്വിക്ക് റിമൈൻഡർ ഉള്ളത്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ കൂടെയുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പൊ തന്നെ കിട്ടും.